തെരഞ്ഞെടുപ്പിന് മുൻപേ കുത്തിപ്പൊളിച്ചിട്ട റോഡ് ഇതുവരെ ടാർ ചെയ്തില്ലെന്ന പരാതി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചാണ് അരണക്കൽ ഫാക്ടറി മുതൽ 750 മീറ്റർ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആരംഭിച്ച റോഡ് നിർമ്മാണം ഇപ്പോൾ പൊടിപടലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി அவதரிப்பிக்கிறது. இந்திய மருத்துவக் கழகத்தின் அங்கீகாரம் பெற்று மிக சிறப்பாக வடிவமைக்கப்பட்ட ஆய்வுக்கூடங்கள் மற்றும் அனுபவமிக்க மருத்துவர்களால் நேரடி பயிற்சி அளிக்கப்படும் ஒரே கல்வி மையம். இக்கல்வி மையத்தில் பயின்ற மாணவிகள் பிரபல மற்றும் சிறப்பு மருத்துவமனைகளில் தமிழகத்தில் பல்வேறு இடங்களில் பணிபுரிகின்றனர். KM Institute of Paramedicals. For admission 9894584876 7907009610 and 9786629040. ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രധാന റോഡായ വണ്ടിപ്പെരിയാർ സത്രം റോഡ് മിക്ക സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരാർ ഏറ്റെടുത്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച അരണക്കൽ ഫാക്ടറി മുതലുള്ള 750 മീറ്റർ റോഡ് ടാറിംഗ് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വ്യാപക പരാതി ഉയരുന്നത്. വിനോദസഞ്ചാരികളും പൊതുജനങ്ങളും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളും ഏറെ പണിപ്പെട്ടാണ് ഇത്രയും ഭാഗം കടന്നുപോകുന്നത്. സോളിംഗ് നിർത്തിയെങ്കിലും ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന സമയത്ത് കല്ലുകൾ റോഡ് സൈഡിലേക്ക് തെറിച്ച് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണെന്നും ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞതായും തെരഞ്ഞെടുപ്പിന് മുൻപേ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അരണക്കൽ എസ്റ്റേറ്റ് മുഴുവനും പൊടിപടലം ആണെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ റോഡ് കൊത്തിപ്പൊളിച്ചിട്ടിട്ട് ഇലക്ഷന് മുമ്പേ ഇട്ടതാണ്. എന്നിട്ട് ജനങ്ങൾ പലതവണ പരാതിപ്പെട്ടിട്ടും ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലാതെ ഈ റോഡ് ഇതാ കണ്ടീഷൻ. പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരും ബസ്സും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കോൺട്രാക്റ്റുകാരനോട് പറഞ്ഞു ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിന് ഒരു പരിഹാരം കാണുന്നില്ല. സീസൺ സമയത്ത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാതയാണ് ഇത്. ഈ കാരണം പറഞ്ഞാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതും. കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് ആരോപിക്കുമ്പോഴാണ് വിശദീകരണവുമായി കരാറുകാരൻ എത്തിയിരിക്കുന്നത്. ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കണം. തുടർന്ന് അവിടെ നിന്നും 7 ദിവസത്തെ പ്രവർത്തന ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ഇതിനുശേഷമാവും ടാറിംഗ് നടക്കുക. എന്നാൽ ടാറിന് ഇപ്പോൾ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനും കഴിയാത്ത സ്ഥിതിയാണെന്നും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരാറുകാരൻ പറയുന്നത്. എന്നാൽ മുഴുവൻ പ്രദേശവാസികളും ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാരും ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ ഏർപ്പെടുത്തുമെന്നും നാട്ടുകാർ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.